ഹലോ അസ്സലാമലൈക്കും. ഇനി ഞാൻ ചക്കക്കുരു മുരിങ്ങിയിട്ടുണ്ടാക്കണം. ഇപ്പോൾ ചക്കക്കാലല്ലേ, അപ്പോൾ പരിപ്പിന് പകരം ചക്കക്കുരു ഇട്ടിട്ട് മുരിങ്ങ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ചക്കക്കുരു നല്ല വൃത്തിയായി കഴുകിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് 2-3 വിസിലടിച്ച് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഒരു മുറി തേങ്ങ ചിരവിയതും 2-3-4 പച്ചമുളകും പിന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം കേട്ടോ, അത് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. വേറെ മുളക് പൊടിയൊന്നും കൂട്ടുന്നില്ല. അപ്പോൾ ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി അരച്ച് വെക്കുക. അപ്പോൾ തന്നെ ഇതാ ചക്കക്കുരു നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ചക്കക്കുരു വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെന്ത ചക്കക്കുരു ജസ്റ്റ് ഒന്ന് ഉടച്ചിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ വെള്ളത്തിൽ തന്നെ മുരിങ്ങയിട്ട് വേവിക്കുക. അപ്പോൾ അതുപോലെ അത്യാവശ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തതിൻ്റെ ശേഷം അതിൽ നമുക്ക് മുരിങ്ങ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ മുരിങ്ങ ചക്കക്കുരും കൂടി വെച്ചാൽ. അപ്പോൾ ഇതാ അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങ ഇട്ടിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് നേരമൊന്നും തിളക്കണ്ട കേട്ടോ. കുറച്ച് നേരം ഒന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി. മുരിങ്ങ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പം അതങ്ങനെ കുറച്ച് നേരം ഒന്ന് ആ ചക്കക്കുരു വെന്ത വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടലുണ്ടാകുന്നില്ല. അപ്പം ഒന്ന് ചക്കക്കുരു മുരിങ്ങയും കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിലൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക. മുരിങ്ങ കുറച്ച് നേരം തിളച്ചാൽ മുരിങ്ങ പോവാമല്ലോ. അപ്പോൾ അതങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. പണ്ടത്തെ കൂട്ടാനാട്ടോ അതൊക്കെ. പണ്ടുള്ള ആൾക്കാരൊക്കെ പരിപ്പൊന്നുമല്ല, ചക്കക്കുരു കാലം വന്ന വെറും ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങളേക്കാരം. അപ്പോൾ ഇതാ മുരിങ്ങ വെന്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങ അരച്ചത് ഇടുന്നുണ്ട് കേട്ടോ. ഫോണ് കയ്യിൽ കാരണം അരച്ചത് ഇടാൻ പറ്റാനായിട്ട് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. ഇതാ അപ്പം ആവശ്യത്തിനുള്ള കൂട്ടാനാക്കി തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ തേങ്ങ അരച്ചത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ കൂട്ടാൻ റെഡി ആവും കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെറുതെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ.